ഭക്തിയുടെ നിറവിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ മകം കലം വരവ് ഇന്ന് രാത്രി നടക്കും. ഇന്ന് പുച്ച ശീവേലി സമയം വരെ ആയിരുന്നു ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത്. ആചാരവൈവിധ്യത്താൽ സമ്പന്നമായ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കൊട്ടിയൂരിനെ ഭക്തിയുടെ പാരമ്യത്തിലെത്തിച്ചായിരുന്നു ഉച്ചശീവേലി. ശീവേലി പൂർത്തീകരിക്കും മുൻപ് സ്ത്രീകൾ ബാവലിപ്പുഴയുടെ ഇക്കരയിലേക്ക്. ഇനി അടുത്ത വർഷം മാത്രമാണ് സ്ത്രീകൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം. തിടമ്പേറ്റി ആനകളും ശീവേലിക്ക് ശേഷം ഇക്കരെ കൊട്ടിയൂരിലേക്ക് മടങ്ങി. ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് ദശലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തിരുന്നത്. കനത്ത മഴയെ അവഗണിച്ചും കടുത്ത ചൂടിനെ അവഗണിച്ചും ആയിരങ്ങളാണ് ഈ ദേവസന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത്. ഏകദേശം 35 ലക്ഷത്തോളം ആളുകൾ ദർശനം നേടി പോയി എന്നുള്ളതാണ് അനൗദ്യോഗിക കണക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പരാതിരഹിതമായി ഇത്തവണത്തെ കൊട്ടിയൂർ പെരുമാളിന്റെ മഹോത്സവം നടത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കൊട്ടിയൂർ ദേവസ്വം. ഒരു 3-4 ദിവസം കൂടി ഈ വൈശാഖ മഹോത്സവം അവസാനിക്കുകയാണ്. ഒരു തരത്തിലുള്ള വീഴ്ചയും വരാത്ത രീതിയിൽ നമ്മുടെ ഉത്സവം നടത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ദേവസ്വത്തിന് വളരെയധികം അഭിമാനം അർഹിക്കാവുന്ന കാര്യമാണ്. ഞായറാഴ്ച അത്തം നാളിൽ അവസാനത്തെ ചതുശതം കൊട്ടിയൂരപ്പന് നിവേദിക്കും. വാളാട്ടവും കുടിപ്പതികളുടെ തേങ്ങയേറും കലശപൂജയും അന്ന് നടക്കും. തിങ്കളാഴ്ച തൃക്കലാശാട്ടോടെ വൈശാഖോത്സവം സമാപിക്കും. ജനം, കണ്ണൂർ.